കേരളം വലിയൊരു വികസന കുതിപ്പിന് സജ്ജമായി കഴിഞ്ഞുവെന്നും ഈ മുന്നേറ്റത്തിനൊപ്പം നിൽക്കാൻ ഓരോ നാടിനും സാധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് സംഘടിപ്പിച്ച വിവിധ കൺവെൻഷനുകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി വരും കാലങ്ങളിൽ കേരളം കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയും പങ്കുവച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിലെ പരിമിതികൾ അദ്ദേഹം വോട്ടർമാരോട് തുറന്നു പറഞ്ഞു. 2021 തെരഞ്ഞെടുപ്പിൽ അതാണ് വിഷയമായത്. അതിനു മുൻപ് 2016 തെരഞ്ഞെടുപ്പിലും അതുതന്നെയായിരുന്നു പ്രധാന വിഷയം. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. 2011-16 കാലം അവസാനിക്കുകയാണ് 2016 തെരഞ്ഞെടുപ്പ്. ആ 2011-16 കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുണ്ട കാലമായിരുന്നു. എല്ലാ മേഖലയും തകർന്നു വരുന്നു. കേരളം പൊതുവെ വലിയ തകർച്ചയാണ് നേരിട്ടത്. പുതിയൊരു പദ്ധതിയും മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി പര്യടനം നടത്തേണ്ടി വന്നതിനാൽ ധർമ്മടത്തെ എല്ലാ വോട്ടർമാരുമായി നേരിട്ട് സംവാദിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ പരിമിതി മനസ്സിലാക്കി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഉത്തരവാദിത്വം ജനങ്ങൾ തന്നെ ഏറ്റെടുത്തതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന നുണപ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. വികസന വിരുദ്ധമായ നീക്കങ്ങളെ ജനകീയ കൂട്ടായ്മയിലൂടെ പ്രതിരോധിക്കണമെന്നും വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ധർമ്മടത്തെ കൺവെൻഷനുകളിൽ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. ഇത് ഇടതു മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.